നിങ്ങളുടെ വണ്ടിയിൽ ഇതുവരെ സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങളുടെ അത് സേഫ്റ്റിയാണ്. കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു കോൾ വരികയോ അല്ലെങ്കിൽ നമുക്ക് പാട്ട് പോസ് ചെയ്യുകയോ നെക്സ്റ്റ് പാട്ട് അടിക്കണമെങ്കിലോ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ്. ചിലപ്പോൾ നമുക്ക് അപകടങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ലെഫ്റ്റ് സൈഡിലെയാണ്. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിലെ സ്റ്റിയറിംഗ് കൺട്രോൾ. അപ്പോൾ അതെ നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ വൃത്തിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ വയറിംഗ് സെക്ഷൻ. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ എന്താ പറയുക പ്രാന്ത് പിടിക്കേണ്ട. ഇത് സിമ്പിൾ വയറിംഗ് ആണ്. ഇത് വലിയ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഒരു സ്വിച്ച് ഓണായി കാണിച്ചു തരാം. ഓണാകുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ലൈറ്റ് കത്തും കണ്ടോ, ഒരു റെഡ് ലൈറ്റ് കത്തി കണ്ടോ. ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഓഫായി. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഓണായി. ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ കാറിൽ സ്റ്റിയറിംഗ് കൺട്രോൾ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ശരിക്കും ആ ക്ലിപ്പ് മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്നുകൂടെ റീഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഐറ്റം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദേ നമ്മുടെ വണ്ടിയുടെ മുകളിലിരിക്കുന്ന ഈ ഒരു ഐറ്റമാണ് നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾസ്. മാക്സ് ലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റിയറിംഗ് കൺട്രോളാണ് നമ്മൾ നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വണ്ടി നിങ്ങൾ ഈ കാണുന്ന മാരുതി സെന്നാണ്. അപ്പം 2003 മോഡലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോളോ അല്ല ആൻഡ്രോയിഡ് സ്ക്രീനോ അങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടോ എന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയിൽ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമ്മളൊരു സ്റ്റിയറിംഗ് കൺട്രോളിലൂടെ നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരെ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോളിൻ്റെ ഈ ഒരു സെറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ എല്ലായിടത്തും ഒന്ന് പുറത്ത് വെച്ചിട്ട് കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റം എന്ന് കണ്ടില്ലേ. അപ്പോൾ അതെ ഇത്ര ഐറ്റംസ്, അതായത് ഒരു ചാർജിങ് കേബിള്, പിന്നെ നമുക്ക് 2 സ്റ്റിയറിംഗ് കൺട്രോളുകൾ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ഹോൾഡർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ അകത്ത്, അതായത് ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ വയറിങ്ങിൻ്റെ അത് ചെയ്യേണ്ടതാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുത്തിട്ട് അത് ക്ലിപ്പ് മിസ്സായതുകൊണ്ട് തന്നെ അപ്പോൾ ഏകദേശം 1 മാസമായിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അന്ന് കൊണ്ടുവന്നപ്പോൾ ചാർജ് ചെയ്തല്ലാതെ ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ്. കാരണം നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് ഓൺ ആകത്തുള്ളൂ. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫായി പോകും. കണ്ടില്ലേ, ഓഫായി പോയി കണ്ടില്ലേ. പിന്നെ നമ്മൾ അടുത്ത പ്രസ്സിങ്ങിൽ മാത്രമേ ഇത് ഓൺ ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ചാർജ് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടാതെ ഇത് ചാർജ് ചെയ്യാൻ ഇതിൻ്റെ കൂടെ ഒരു കേബിളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി എങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഫിറ്റിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ഒരു മൊഡ്യൂൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ അടിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെ വയറിൻ്റെ കളർ കോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതായിട്ട് നിങ്ങൾക്ക് ഒരു റെഡ് വയർ കാണാൻ പറ്റും. ഈ റെഡ് വയർ എന്ന് പറയുന്നത് നമ്മുടെ ആക്സസറീസ് ഓൺ, നമ്മുടെ ഈ ഒരു വണ്ടിയുടെ അകത്തോട്ട് ആക്സസറീസ് സ്വിച്ച് ഓൺ ആക്കാൻ നേരം ഓൺ ആവാനുള്ള ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ കാണിച്ചാൽ അതിലേക്ക് കൊടുക്കേണ്ടതാണ്. ഇത് നമ്മുടെ ഗ്രൗണ്ടാണ്. പിന്നെ ഈ 2 സ്വിച്ചുകളാണ്. ഇതാണ് കീ 1ഉം കീ 2ഉം. അതായത് ഇത് രണ്ടും വർക്ക് ചെയ്യാനുള്ള വയറാണ് ഈ ഒരു 2 വയർ. അപ്പോൾ ഇത് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി നേരെ വണ്ടിയുടെ അകത്തോട്ട് പോയിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാരുതി സെന്നിൻ്റെ സ്റ്റോക്ക് സ്റ്റിയറിംഗ് ആണ് നമ്മളിപ്പം ഈ ഒരു സ്റ്റിയറിംഗിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ പ്രത്യേകത നല്ല ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്പോക്ക് അത്യാവശ്യം വീതി കുറവാണ്. ഒരു ഇഞ്ചും ഒരു സ്വല്പം കൂടെ വീതി മാത്രമേ നമ്മുടെ ഈ ഒരു സ്പോക്കിന് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സാധനം ഇതേപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രശ്നമാണ്. കാരണം നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു കേർവ് ടൈപ്പാണ്. ഈ ഒരു സ്പോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഒരു വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലാറ്റ്ഫോം ഒന്ന് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ബുഷ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ഇതിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബുഷ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബേസ്, അത് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിരിക്കുന്നത്. ഒരു നീറ്റൊരു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വലിയ നീറ്റൊന്നും അല്ല. കാരണം നമുക്ക് വണ്ടിയുടെ എന്താ പറയുക ഈ ഒരു ബുഷിൻ്റെ അടിയിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ നീറ്റായിട്ടൊന്നും ചെയ്യുമൊന്നും വേണ്ട. സൈഡും കാര്യങ്ങളൊക്കെ പക്കാ നീറ്റാക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചാണ്. അപ്പോൾ ഈ ഒരു ഗ്ലൂ ഗൺ ഒഴിച്ച സമയത്ത് അവിടുത്തെ ആ ഒരു പോർഷനൊക്കെ ഒന്ന് എഡ്ജ് കറക്റ്റ് ചെയ്ത് വന്നപ്പം ആ ഒരു പശയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിഞ്ഞു പോയി, നമ്മുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് രണ്ടാമത് റീപെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അത് വിട്ടേക്ക്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഇതൊന്ന് സെറ്റാക്കി എടുത്തത്. നിങ്ങൾക്ക് ഇപ്പോൾ MCയിലോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം.
നിങ്ങളുടെ ആ ഒരു യുക്തി അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് നടുക്കായിട്ട് നമുക്കൊരു സ്ക്രൂ ഇടണം. അപ്പോൾ ചെറിയ നമ്മുടെ 1/2 ഇഞ്ചിൻ്റെ ഒക്കെ സ്ക്രൂ ഉണ്ടല്ലോ, ആ ഒരു സ്ക്രൂ ജസ്റ്റ് ഒരു വാഷറും വെച്ച് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ഇടണം. ഞാൻ ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോളിൻ്റെ കേസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ സ്ക്രൂ ചെയ്ത് വെക്കുക. പിന്നെ ഇത് 1/2 ഇഞ്ചിൻ്റെ സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ നമ്മളൊരു വാഷറും കിട്ടുന്നുണ്ട്. കാരണം ഇതൊരു റബ്ബർ കേസ് ആയതുകൊണ്ട് തന്നെ സ്ക്രൂവിൻ്റെ ഈ ഇത്രയും സർഫസ് പോരാത്തതുകൊണ്ട് ഇച്ചിരി വലുതാക്കി നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായി നിൽക്കാൻ വേണ്ടി ഒരു വാഷർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നല്ലപോലെ പ്രസ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ ഈ ഒരു ബേസ് ക്ലിയർ ആക്കിയില്ലെങ്കിൽ നമുക്ക് ഇനി പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് നമ്മുടെ ഈ സ്റ്റിയറിംഗ് കൺട്രോൾ ഊരിപ്പോകാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ, ലെഫ്റ്റ് സൈഡിലെയാണ്. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിലെ സ്റ്റിയറിംഗ് കൺട്രോൾ. അപ്പോൾ നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ വൃത്തിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന പെയിൻറ്റ് പോയിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് മാസ്ക് ചെയ്തൊന്ന് സ്പ്രേ പെയിൻറ്റ് എടുത്താൽ മതി. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോളിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ ചാർജ് ചെയ്യുന്ന സമയമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചാർജിങ് സോക്കറ്റ് കാണാൻ പറ്റും. അത് നമ്മുടെ വണ്ടിയിലെ ചാർജിങ് പോർട്ടിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഇതിലായിട്ട് ഒരു വയർ, നമ്മുടെ അത്യാവശ്യം ലെങ്തുള്ള വയറാണ്, ആ വയറും ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾസിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ വയറിങ്ങിലേക്ക് നമ്മൾ വരാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീനിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഇവിടെ ആയിരുന്നു ഇത്ര നാൾ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ താഴത്തേക്ക് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് സിസ്റ്റം സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വയറിംഗ് സെക്ഷൻ. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ എന്താ പറയുക, പ്രാന്ത് പിടിക്കേണ്ട. ഇത് സിമ്പിൾ വയറിംഗ് ആണ്. ഇത് വലിയ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്ലിംഗ്, ഇതാണ് നമ്മുടെ മെയിൻ പവർ ലൈൻ എന്ന് പറയാം. പവർ കപ്ലിംഗ്, നമ്മുടെ സ്പീക്കറും അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റം ഓണാവാനുള്ള പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈനിലാണ് വരുന്നത്. ഈ ഒരു കപ്ലിങ്ങിലോട്ടാണ് നമ്മൾ നമ്മുടെ നേരത്തെ കാണിച്ച ആ ഒരു മൊഡ്യൂൾ നമ്മൾ പിടിപ്പിക്കാൻ പോണത്. അപ്പോൾ ഇവിടെ ഞാൻ സ്ലീവ് ഇട്ടിരിക്കുന്ന വയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ആക്സറീസിൻ്റെ കീ 1ഉം അതേപോലെ തന്നെ കീ 2. ഇതേപോലെ ഒരു ബ്രൗണിൽ ഒരു യെല്ലോ ഷെയ്ഡിലൊരു ബ്ലാക്ക് വര വരുന്ന വയറും അതേപോലെ തന്നെ ഒരു ബ്രൗൺ വയറും ഇതിലോട്ടാണ് നമ്മൾ നമ്മുടെ അപ്പോൾ ഈ 2 വയറിലോട്ടാണ് നമ്മളിത് ഈ 2 വയറുകൾ, അതായത് ഈ ഒരു ബ്രൗണും അതേപോലെ തന്നെ ഈ ഒരു ആഷ് വയറും കൂടെ കണക്ട് ചെയ്യാൻ പോണത്. ഇതാണ് നമ്മുടെ ആക്സറീസ് കീ 1ഉം കീ 2ഉം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തൊന്നുമില്ല, കളർ കോഡ് ഉണ്ട്. എന്നാലും നമ്മൾ മാറിക്കൊടുത്താലും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്സറീസ് നമ്മുടെ താക്കോൽ ഓണാകുന്ന നേരം ബാറ്ററി ലൈൻ വരുന്ന ആ ഒരു പോസിറ്റീവും നെഗറ്റീവും കൊടുക്കണം. അതും കൂടെ ഞാൻ ഇവിടെ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വയറിംഗ് എങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ മൊഡ്യൂൾ ഇവിടെ ഉണ്ട്. നമ്മൾ കീ 1ഉം അതേപോലെ തന്നെ കീ 2ഉം കൊടുത്തിരിക്കുകയാണ്. കീ 1 കൊടുത്തിരിക്കുന്നത് നമ്മുടെ സെറ്റിൻ്റെ അകത്ത് വരുന്നത് ഇതേപോലെ ഈ ഒരു കപ്ലിങ്ങിൻ്റെ അകത്തൊരു ബ്രൗൺ വയറുണ്ട്. അതിലേക്ക് നമ്മുടെ ആഷ് വയർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ വയർ നമ്മുടെ ഈ ഒരു ഓറഞ്ച് ടൈപ്പ് ഒരു വയറാണ്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കപ്ലിങ്ങിൻ്റെ അകത്ത് ഈ ഒരു ഓറഞ്ചിലൊരു ബ്ലാക്ക് വരെ വരുന്ന വയറാണ്. അപ്പോൾ കീ 1ഉം കീ 2ഉം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഇതേപോലെയുള്ള ടാഗുകൾ നമ്മുടെ ഈ ഒരു വയറിങ്ങിൽ കാണും, ഈ ഒരു കപ്ലിങ്ങിൽ കാണും. അപ്പോൾ അതിൽ കീ 1 കീ 2 എന്ന് ഇതേപോലെ എഴുതിയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ 2 കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പോസിറ്റീവാണ്. അത് നമ്മുടെ ആക്സറീസ് ആണ്. ഈ ഒരു റെഡ് വയർ കാണാൻ പറ്റും. ഇതിൽ ACC എന്ന് ഇതേപോലെ ടാഗിൽ എഴുതിയിട്ടുണ്ടാവും. ആ വയറാണ് നമ്മുടെ ഈ ഒരു റെഡ് വയർ. അതിലേക്ക് നമ്മൾ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട്, അതായത് നമ്മുടെ ഈ ഒരു നെഗറ്റീവ് വയർ. ഈ ഒരു നെഗറ്റീവ് വയർ അത് കണ്ടോ, ടാഗിൽ എഴുതിയിരിക്കുന്നുണ്ടോ, ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു ടാഗിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു വയർ ഇതേപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു അഡീഷണൽ സ്വിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സെറ്റിന് വേണ്ടി നമ്മളൊരു സ്വിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം സെറ്റ് ഓൺ ആവാൻ വേണ്ടി ഇവിടെ ഒരു സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ വയറുകൾ കാണുന്നത്. അപ്പോൾ വയറിങ് വളരെ സിമ്പിളാണ്. 4 വയറാണ് ഇതിൽ വരുന്നത്. അതായത് കീ 1 കീ 2 പോസിറ്റീവ് ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഒരു സ്വിച്ച് ഓണായി കാണിച്ചു തരാം. ഓണാകുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ലൈറ്റ് കത്തും, കണ്ട ഒരു റെഡ് ലൈറ്റ് കത്തി കണ്ടോ. ആ ലൈറ്റാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ അങ്ങനെ ഓൺ ആയിട്ടുണ്ട് നമ്മൾ അറിയിക്കാനുള്ള ആ ഒരു റെഡ് ലൈനാണ് കാണുന്നത്. ഓഫ് ചെയ്യുമ്പോൾ ഓഫായി, ഒന്നുകൂടെ ഓണാക്കാം, ഓണായി. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വയറിംഗ് ഒക്കെ ഒന്ന് ഇവിടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആൻഡ്രോയിഡ് സിസ്റ്റം അങ്ങനെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. കൂടാതെ തന്നെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒതുക്കിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് പിടിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ വണ്ടി പഴയ മോഡലാണോ, 2003 അല്ലെങ്കിൽ എൻ്റെ വണ്ടി 2003 മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വണ്ടി പഴയ മോഡലാണെങ്കിൽ, ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് വണ്ടിയാണെങ്കിൽ, നിങ്ങൾ ആൻഡ്രോയിഡ് സിസ്റ്റം കയറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും നമ്മുടെ സിസ്റ്റം ഇതേപോലെ ഒരു സ്വിച്ചിൽ വേണം കൊടുക്കാൻ. ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഓഫായി. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഓണായി. അപ്പോൾ
സിസ്റ്റം പിടിപ്പിക്കുന്ന സമയത്ത്, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം എപ്പോഴും ഓഫ് ആക്കി ഇട്ടിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം നമ്മുടെ ഈ ഒരു സിസ്റ്റം ഇടയ്ക്കിടയ്ക്ക് ബൂട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. എത്ര വില കൂടിയ സിസ്റ്റം ആണെങ്കിൽ പോലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ബൂട്ടായി പോകും. നമ്മൾ ഇതേപോലെ പെട്ടെന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊക്കെ കുറയാനും, അതേപോലെ തന്നെ എന്തോ ഇഷ്യൂസൊക്കെ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു സിസ്റ്റം. എൻ്റെ വണ്ടി ഈ ഒരു സിസ്റ്റം ബൂട്ടായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ എറണാകുളത്തുള്ള എസ് ഗാരേജിൽ നിന്നാണ് ഈ സാധനം നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് അയച്ചു കൊടുത്തു. പുള്ളി നോക്കിയപ്പോൾ നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു സിസ്റ്റം ബൂട്ടായി പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി പഴയതാണെങ്കിൽ, അതായത് ഈ ഒരു 2003 കാലഘട്ടത്തിലൊക്കെ ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ പോലും സാധിക്കുമോ, അതിൽ അഡ്വാൻസ് ടെക്നോളജി വരുമോ എന്ന് പോലും ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന സാഹചര്യം കാലഘട്ടത്തിൽ മാനുഫാക്ചർ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇപ്പം കാലം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് സ്ക്രീൻ നമ്മുടെ വണ്ടിയിൽ വന്നു. അപ്പോൾ അതിന് ആ ഒരു സിസ്റ്റം നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ നല്ല രീതിയിൽ ആ ഒരു സിസ്റ്റത്തിനുള്ള ആ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള രീതിയാണ് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പഴയ വണ്ടിക്കൊക്കെ വയറിങ് കാര്യങ്ങളൊക്കെ പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിൻ്റെ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സിസ്റ്റം ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഓഫ് ആയി പോകുമല്ലോ. ജസ്റ്റ് ഒരു 2-3 സെക്കൻഡിലേക്ക് എല്ലാം ഒന്ന് കട്ട് ഓഫ് ആവും. ആ ഒരു സമയത്ത് നമ്മുടെ ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ബൂട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സ്വിച്ച് നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ നിർബന്ധമായി നമ്മുടെ സെറ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ കൊടുത്തിരിക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് അവർ ബൂട്ടായി പോകുന്നൊരു ഇഷ്യൂ ഒഴിവാക്കാൻ സാധിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുക. നമ്മുടെ വണ്ടി ഒരിക്കലും നമ്മുടെ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഓൺ ആക്കി ഇട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യരുത്. അത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ലൈഫിനെ ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സിസ്റ്റം നേരെ നമ്മുടെ പാനലിലോട്ട് എടുത്ത് സെറ്റ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ കൂടെ ഉള്ളു ലാസ്റ്റായിട്ട്. അതിനുശേഷം ഞാൻ ലാസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ വോളിയം കൂട്ടി കണ്ട, ഇവിടെ വോളിയം കൂടുന്നതനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വോളിയം കൂടുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സിസ്റ്റം അങ്ങനെ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഫുള്ള് കംപ്ലീറ്റ് ആയി. കൂടാതെ തന്നെ നമ്മളൊരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് ഗിയർ നോവാണ് കേട്ടോ, അത്യാവശ്യം ഒരു ലെങ്തുള്ള ഗിയർ നോവാണ്. അപ്പോൾ ജസ്റ്റ് എനിക്കൊരു ഇഷ്ടം തോന്നി അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഞാൻ ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം നിങ്ങളെ. ഇവിടുത്തെ ബട്ടൺ ഓണാക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം അങ്ങനെ ഓണായിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇവിടെ ഒന്ന് വോളിയം ഒന്ന് കൂട്ടി നോക്കാം. കണ്ടോ, അതേപോലെ തന്നെ വോളിയം ഒന്ന് കുറച്ച് നോക്കാം. പിന്നെ നമുക്ക് കോളിംഗ് ഫീച്ചർ ഉണ്ട്. കൂടാതെ തന്നെ കോൾ കട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ നിങ്ങളുടെ വണ്ടിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ ഒരു സിസ്റ്റം നമ്മുടെ വണ്ടിയിൽ ചെയ്തിരിക്കണം. അതായത് നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തിരിക്കണം. കണ്ണാടി ഊരി വെച്ച് കണ്ണാടി വെക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഇതുവരെ സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങളുടെ അത് സേഫ്റ്റിയാണ്. കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു കോൾ വരികയോ അല്ലെങ്കിൽ നമുക്ക് പാട്ട് പോസ് ചെയ്യുകയോ നെക്സ്റ്റ് പാട്ട് അടിക്കണമെങ്കിലോ അതായത് സോങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ്. ചിലപ്പോൾ നമുക്ക് അപകടങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അപകട സാധ്യത വളരെയധികം കുറയുന്നതാണ്. കൂടാതെ തന്നെ നമുക്കൊരു സേഫ്റ്റി കൂടാണ് നമ്മുടെ വണ്ടിക്ക്. നമുക്ക് അതേപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കഴിയുന്നവരൊക്കെ നിങ്ങളുടെ വണ്ടിയിൽ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോളിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല റേറ്റിൽ ഏകദേശം 3000 രൂപയിൽ താഴെ ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. 2800 രൂപ സംതിങ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു 2800 രൂപ നിങ്ങൾ മുടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരു ഭയങ്കര അധികം ഒരു സേഫ്റ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ശരിക്കും ഞാനത് ഒരു മാസത്തോളം ഞാനത് ഉപയോഗിച്ച് നോക്കിക്കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. എനിക്ക് വളരെയധികം ഉപകാരമായിട്ട് തോന്നിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ മറക്കണ്ട, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദം തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായും ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്മി ഗോവിൻ സൈനിങ് ഔട്ട്.